കോൺഗ്രസ് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ തുടരും. മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യ ഹർജിയിൽ വിധി പറയുന്നത് കോടതി ശനിയാഴ്ചത്തേക്ക് മാറ്റി. വിവരങ്ങളുമായി ഇപ്പോൾ കമലേഷ് തെക്കേക്കാട് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. കമലേഷ്, രാഹുൽ മാങ്കൂട്ടത്തെ നേരത്തെയൊക്കെ ഈ കൺസെൻറ്റ് പോലും മാനിപ്പുലേറ്റ് ചെയ്തതാണ് എന്ന് കണ്ടെത്തിയാണ് പിന്നീട് വന്ന കോടതികൾ ഈ കാര്യങ്ങളെ കണ്ടതും രാഹുൽ മാങ്കൂട്ടത്തെ ജയിലിനുള്ളിലേക്ക് പോകുന്ന തരത്തിലേക്ക് ജാമ്യം നിഷേധിക്കുന്നതും. പക്ഷേ ഇന്നത്തെ സംഭവം അങ്ങനെയല്ല, അത് ശനിയാഴ്ചത്തേക്ക് മാറ്റുകയായിരുന്നു. ഇന്ന് എന്താണ് യഥാർത്ഥ കോടതിയിൽ നടന്നത്? അജിംഷാദ്, ഇന്ന് ഈ മൂന്നാമത്തെ സ്ത്രീ പീഡന കേസുമായി ബന്ധപ്പെട്ടത്, അതായത് ഈ മൂന്നാമത്തെ ലൈംഗിക പീഡന കേസുമായി ബന്ധപ്പെട്ട ജാമ്യ ഹർജിയിൽ ഇന്ന് വിശദമായ വാദം കോടതി കേൾക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയാണ് ഈ വാദം കേട്ടത്. അതുപോലെ ഈ പ്രോസിക്യൂഷൻ്റെയും അതുപോലെ തന്നെ പ്രതിഭാഗത്തിൻ്റെയും വാദം വിശദമായി തന്നെ കേട്ടു. ഇതിൽ പ്രോസിക്യൂഷൻ പ്രധാനമായും പറഞ്ഞിട്ടുള്ളത് ഇതിൽ ജാമ്യം നൽകരുത് എന്നുള്ള കാര്യമാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സ്ഥിരം കുറ്റവാളി എന്ന നിലയിലാണ് മുന്നോട്ട് പോകുന്നത്. നിരവധി കേസുകൾ ഇതിൻ്റെ ഭാഗമായി വരുന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ പരാതിക്കാരിയുടെ ജീവൻ ഉൾപ്പെടെ ഭീഷണിയാണ് രാഹുൽ പുറത്തേക്ക് വന്നാൽ. അതോടൊപ്പം തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്, സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചു. അതേസമയം ദുർബലമായ ചില വാദങ്ങൾ മാത്രമാണ് പ്രതിഭാഗത്തിന് മുന്നോട്ട് വെക്കാനായത്. അതായത് 2 വർഷം മുൻപാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ 2 വർഷത്തിന് ശേഷമാണ് ഇത്തരമൊരു പരാതിയുമായി പരാതിക്കാരി മുന്നോട്ട് വരുന്നത് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഇത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു കേസാണ് എന്ന വാദം കൂടി പ്രതിഭാഗം മുന്നോട്ട് വെക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു തരത്തിലും, അതായത് ഈ കാനഡയിലാണ് അല്ലെങ്കിൽ വിദേശത്താണ് ഈ പരാതിക്കാരി ഉള്ളത്. അതുകൊണ്ട് തന്നെ രാഹുൽ പുറത്തിറങ്ങിയാൽ ജീവന് ഭീഷണിയുണ്ട് എന്ന വാദം പൊള്ളയാണ് എന്നുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും വളരെ ദുർബലമായ കൃത്യമായ ഒരു പോയിന്റ് പോലും ഈ കോടതിയുടെ മുന്നിലേക്ക് വെക്കാൻ വേണ്ടി, അതായത് ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടി ഇന്ന കാരണങ്ങളുണ്ട് എന്നത് കൃത്യമായി പറയാൻ രാഹുലിൻ്റെ അഭിഭാഷകന് കഴിയാതെ പോകുന്നൊരു സാഹചര്യം കൂടിയാണ് ഇന്ന് കോടതിയിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും വിശദമായി തന്നെ ഈ കേസിൽ, മൂന്നാമത്തെ ലൈംഗിക പീഡന കേസിൽ ജാമ്യ ഹർജിയിന്മേലുള്ള വാദം ഇന്ന് കോടതി കേൾക്കുന്ന സാഹചര്യമുണ്ടായി. അതിൻ്റെ പുറത്ത് ഇന്ന് ഇത് വിധി പറയുന്നതിന് വേണ്ടി, ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നതിന് വേണ്ടി ശനിയാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണ് ജിംഷാദ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയത്തിൽ ജയിലിൽ തുടരും. അതൊരു പക്ഷേ ഇത്തരത്തിൽ ഈ പ്രതിഭാഗത്തിന്, മീൻസ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകന് കൃത്യമായി ജാമ്യം നേടിയെടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ അതും ഒരുപക്ഷെ ദുർബലമായിരുന്നു എന്നാണ് കമലേഷ് തെക്കേക്കാട് പറഞ്ഞത്. ആണോ? ഇന്നും അതാണോ സംഭവിച്ചത്? അജിംഷാ, തീർച്ചയായും ഇത്തരം ദുർബലമായ ചില വാദങ്ങൾ മാത്രമാണ് പ്രതിഭാഗം അഭിഭാഷകനെ മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. അതിലൊന്ന് ഈ പറയുന്നത് 2 വർഷത്തിന് സംഭവമുണ്ടായി 2 വർഷത്തിന് ശേഷമാണ് ഒരു പരാതിയുമായി മുന്നോട്ട് വരുന്നത്, അതിന് വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായും ഒരു ലൈംഗിക പീഡന പരാതിയിൽ എത്ര വർഷം മുൻപ് നടന്നു എന്നുള്ളത് സംബന്ധിച്ച് അത് ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്തരത്തിലുള്ള നിസ്സാരമായ കാര്യങ്ങളൊക്കെയാണ് അഭിഭാഷകൻ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരാതിക്കാരി രാജ്യത്തിന് പുറത്താണുള്ളത്, അതുകൊണ്ട് ജീവന് ഭീഷണി ഉണ്ടാകുമെന്ന് പറയുന്ന വാദം പൊള്ളയാണ് എന്ന് പറയുന്നു. മറ്റൊന്ന്, വിവാഹേതര ബന്ധം രാജ്യത്ത് കുറ്റകരമല്ല എന്നുള്ളത് പ്രതിഭാഗം അഭിഭാഷകൻ ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷേ ഇത് വിവാഹേതര ബന്ധം എന്നുള്ളതിനപ്പുറത്തേക്ക് ലൈംഗിക പീഡനമാണ് നടന്നിട്ടുള്ളത്, ലൈംഗിക പീഡന പരാതിയാണ് കോടതിയുടെ മുന്നിലുള്ളത് എന്ന കാര്യം കൂടിയുണ്ട്. അതുപോലും കൃത്യമായി പരിഗണിക്കാതെയുള്ള ചില വാദങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. ഏതായാലും ഈ പരാതിക്കാരി വാട്സപ്പ് സന്ദേശം അയച്ച് രാഹുലിനെ അങ്ങോട്ട് പരിചയപ്പെടുകയായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് കോടതിയുടെ മുന്നിൽ വെക്കുന്നു. എങ്ങനെ പരിചയപ്പെട്ടായാലും ഇത്തരത്തിൽ ലൈംഗിക പീഡനം നടന്നിട്ടുണ്ടോ എന്നതാണ് കോടതി പരിഗണിക്കുന്ന വിഷയം. ഏതായാലും അത്തരം കാര്യങ്ങളിൽ പ്രത്യേകമായി അല്ലെങ്കിൽ കൃത്യമായ ഒരു വാദം മുന്നോട്ട് വെക്കാൻ രാഹുലിൻ്റെ അഭിഭാഷകന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇന്ന് കോടതിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇതിൻ്റെ വിധി, അതായത് ഈ ജാമ്യാപേക്ഷയിന്മേലുള്ള വിധി ശനിയാഴ്ച കോടതി പ്രഖ്യാപിക്കും. അജിംഷാദ്, ഈ നിയമസഭാ സമ്മേളനമൊക്കെ നടക്കുന്ന വേളയിലാണ് പാലക്കാട്ടെ കോൺഗ്രസ് എം.എൽ.എ. ഇത്തരത്തിൽ ജയിലിൽ തുടരേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്, അല്ലേ കമലേഷ്? തീർച്ചയായും അജിംഷാദ്, ഈ 2ാം പിണറായി സർക്കാരിലെ അവസാനത്തെ നിയമസഭാ സമ്മേളനമാണ്. അതായത് 15ാം നിയമസഭയുടെ 16ാമത് സമ്മേളനമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് കഴിഞ്ഞ ഉടനെ ഇനിയിപ്പോൾ വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം പോവുകയുമാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ഒരു പക്ഷേ ഇരിക്കാൻ കഴിയുമായിരുന്ന അവസാനത്തെ നിയമസഭാ സമ്മേളനം കൂടിയാണ്. ആ സമയത്ത് സഭയിൽ വരാൻ രാഹുൽ മാങ്കൂട്ടത്തിലില്ല. 2ഉം 3ഉം ലൈംഗിക പീഡന പരാതികളുടെ പുറത്ത് ജയിലിൽ കഴിയേണ്ടി വരുന്നൊരു സാഹചര്യമാണ് കോൺഗ്രസിൻ്റെ എം.എൽ.എക്കുള്ളത്. സ്വാഭാവികമായും ഈ വിഷയങ്ങളെല്ലാം ഒരു പക്ഷേ ഇന്നിപ്പോൾ സഭയിൽ ഉൾപ്പെടെ വലിയ ബഹളമുണ്ടാക്കി
കൃത്യമായ ഒരു ചർച്ച പോലും നടത്താൻ കഴിയാത്ത നിലയിലേക്ക് സഭയുടെ നടപടിക്രമങ്ങളെ ആകെ താളം തെറ്റിച്ചുകൊണ്ട് സഭ സ്തംഭിപ്പിച്ചുകൊണ്ട് വിഷയം ചർച്ച ചെയ്യപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ആ നിലയിലേക്ക് സഭ സ്തംഭിപ്പിക്കുകയാണ്. ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഉൾപ്പെടെ ഒരുപക്ഷെ സഭയിലേക്ക് വന്നേക്കാവുന്ന സാഹചര്യം കൂടിയുണ്ട്. സഭയിൽ അത് വലിയ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്യുമായിരിക്കും എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ അത്തരം വിമർശനങ്ങളും അത്തരം ചർച്ചകളും എല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടി കൂടിയാവണം ഒരു ചർച്ചയും നടത്താൻ കഴിയാത്ത വിധത്തിലേക്ക് സഭയുടെ പ്രവർത്തനങ്ങളെ കൂടി പ്രതിപക്ഷം സ്തംഭിപ്പിക്കുന്നത് എന്നുകൂടി പറയേണ്ടി വരും. ഏതായാലും വളരെ നിർണായകമായ ഒരു സമയത്ത് കോൺഗ്രസിൻ്റെ MLA ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ പോലും പങ്കെടുക്കാൻ കഴിയാത്ത നിലയിൽ പോലീസിനാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ലൈംഗിക പീഡന കേസുകളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കഴിയേണ്ടി വരുന്നൊരു സാഹചര്യം കൂടി കോൺഗ്രസ് അഭിമുഖീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അജിം ഷാദ്. ശരി, കമലേഷ് തെക്കേക്കാടാണ് സമഗ്രമായി വിവരങ്ങൾ പങ്കുവച്ചത്.